കൊൽക്കത്തയിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടിമിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തമായതോടെയാണ് കൊൽക്കത്തയിൽ മഴ കനത്തത്. 10 പേർക്കാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഇതിപ്പോൾ കനത്ത മഴയുടെ ഒരു സാഹചര്യമുണ്ട്. എന്തെല്ലാം മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്? കൂടുതൽ വിവരങ്ങൾ പറയും. അസ്മിത, റീജിത്ത്, അടുത്ത 3 ദിവസം കൂടി കൊൽക്കത്തയിൽ, അതായത് 26-ാം തീയതി വരെ കൊൽക്കത്തയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ചതോടെയാണ് ബംഗാളിൽ മഴ കനത്തത്. ഇത് കൂടുതൽ നാശം വിതച്ചത് കൊൽക്കത്ത നഗരത്തിലാണ്. കൊൽക്കത്ത നഗരത്തിൽ 2 ദിവസമായിട്ട് തന്നെ ശക്തമായ മഴയുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഹൈക്കോടതിയിൽ, കൽക്കട്ട ഹൈക്കോടതിയുടെ നടപടികൾ പോലും, പ്രവർത്തനങ്ങൾ പോലും ശക്തമായ മഴ കാരണം തടസ്സപ്പെട്ടിരുന്നു. കാരണം കോടതിയിലേക്കുള്ള ഇന്റർനെറ്റ് സൗകര്യം അത് വിച്ഛേദിക്കപ്പെട്ടു. തുടർന്ന് കോടതി നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു. പിന്നീട് ഈ നേരിട്ട് കോടതിയിൽ എത്താൻ പറ്റുന്ന കേസുകൾ മാത്രം വാദിച്ചാൽ മതിയെന്ന് അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. നിലവിൽ 10 പേരാണ് സംസ്ഥാനത്ത് മഴക്കെടുതികളിൽ മരിച്ചത്. അതിൽ 9 പേരും മരിച്ചത് വൈദ്യുതി ആഘാതമേറ്റാണ്. പലരും ഈ റോഡിനടിയിലൂടെയുള്ള വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റും ഒപ്പം തന്നെ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണും അങ്ങനെയുമാണ് ഈ അധികൃതരുടെ അനാസ്ഥ കാരണമാണ് പലർക്കും ജീവൻ നഷ്ടമായത്. ഇതിൽ ഇവരുടെ ഈ മരണത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ദുഃഖം രേഖപ്പെടുത്തി. ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അനധികൃതരുടെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക്, അവരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മമത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടും മഴക്കെടുതികളും തുടരുകയാണ്. ശരി, അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 2 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.